മുന്നോട്ടേക്ക് ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാതായപ്പോഴാണ് അൽഫോൻസിയമ്മ വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. മുൻപും ഇവരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒരു കട നടത്തുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ അപ്പച്ചന് വയ്യാണ്ടായിട്ട് 3-4 മാസം ഹോസ്പിറ്റലിലായിപ്പോയി. കട തുറക്കാനും പറ്റിയില്ല, ഹോസ്പിറ്റലിലെ ചിലവുകൾ വേറെ. ചികിത്സ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എണീറ്റ് നടക്കാൻ പോലും അപ്പച്ചനെ കൊണ്ടാവില്ല. ആളെ ഇവിടെ തനിച്ചാക്കി കട നടത്താൻ പോവാൻ അൽഫോൻസാമിക്കും കഴിയില്ല. മരുന്ന് വാങ്ങണം, ഭക്ഷണം കഴിക്കണം, വീട്ടുവാടക കൊടുക്കണം. യാതൊരു വരുമാനവും ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് ജീവിക്കുക? അപ്പോഴാണ് വീട്ടിൽ തന്നെ ഇരുന്ന് പറ്റുന്നത് പോലെ ആഹാരം വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്താൽ മാത്രമാണ് ഇവർക്കിനി മുന്നോട്ടേക്ക് ജീവിക്കാൻ പോലും കഴിയുള്ളൂ. മുൻകൂട്ടി വിളിച്ച് പറയുന്ന ആളുകൾക്ക് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. ബീഫ് പുട്ടും റാഗിപ്പുട്ടും കപ്പപ്പുട്ടും ഒക്കെ ആയിട്ട് രാവിലെ പലതരത്തിലുള്ള പുട്ടുകളുണ്ട്. ഉച്ച സമയത്താണെങ്കിൽ ചോറും ബിരിയാണിയും ഒക്കെ കാണും. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഭക്ഷണമാണ്. കുറച്ച് ബിരിയാണിയും 1-2 പുട്ടും ഒക്കെ. 100 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നത്. ഇത്രയാണ് ക്വാണ്ടിറ്റി ഉണ്ടാവുക. ഒരു മുട്ടയും 2 കഷ്ണം ചിക്കനും അതിനകത്ത് വരുന്നുണ്ട്. ആരെങ്കിലും നല്ല മനസ്സുള്ളവർ ഈ മനുഷ്യനെ ഇനിയുള്ള സമയമെങ്കിലും ഈ വാടക വീടെന്ന് മാറാൻ പറയുന്ന സമയത്ത് പിടിച്ചു കിടത്താൻ ഒരു സെൻറ്റ് സ്ഥലം ആർക്കെങ്കിലും സന്മനസ്സുള്ളവർ അതൊന്ന് ചെയ്തെന്നാൽ ഈ തിരുവനന്തപുരത്ത് എവിടെയായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം വാടക എല്ലാം കൂടെ എന്നെക്കൊണ്ട് താങ്ങത്തില്ല. സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തതിൻ്റെ സങ്കടം എപ്പോൾ കണ്ടാലും അൽഫോൻസിയാമ്മ പറയാറുണ്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിന് പറ്റുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കണേ. ഭക്ഷണം വേണ്ടവരും മുൻകൂട്ടി വിളിച്ച് പറയാൻ മറക്കല്ലേ. ശംഖുമുഖത്ത് ഓൾ സയൻസ് കോളേജ് കഴിഞ്ഞ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ രാജീവ് നഗറിലാണ് അൽഫോൻസിയാമ്മയുടെ വീട്.